MiG-29K എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധ സംവിധാനം, ഇന്ത്യൻ നാവികസേനയുടെ പ്രധാന കാരിയർ ബേസ്ഡ് ഫൈറ്റർ ജെറ്റാണ് MiG-29K എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. INS വിക്രമാദിത്യയിലും INS വിക്രാന്തിലും ഇപ്പോൾ MiG-29K പ്രവർത്തിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത്തരത്തിൽ കരുത്തുറ്റ അഭിമാനകരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ആ ഫൈറ്റർ ജെറ്റ് പറന്നു പൊങ്ങുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അത്രത്തോളം അഭിമാനകരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ INS വിക്രാന്ത്, INS വിക്രമാദിത്യ അവിടെ പ്രകടിപ്പിക്കുന്ന ഈ MiG-19K ഫൈറ്റർ ജെറ്റിന്റെ പ്രകടനങ്ങൾ. ഒരുപക്ഷേ ഇന്ത്യയുടെ നാവികസേനയുടെ പ്രതിരോധ കരുത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള രണ്ട് കപ്പലുകൾ, ആ രണ്ട് കപ്പലിന്റെ ഏറ്റവും വലിയ സവിശേഷത അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. റഷ്യൻ മേഡാണ് MiG-29K എന്ന് പറയപ്പെടുന്നത്. അതിന്റെ പ്രധാന സാങ്കേതിക വിവരങ്ങളെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ പരമാവധി വേഗത 2200 km/h ആണ്. പരമാവധി റേഞ്ച് 1500 km. എക്സ്റ്റേണൽ ടാങ്ക്സ് ഉപയോഗിച്ച് കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആയുധങ്ങൾ എയർ ടു എയർ, എയർ ടു സർഫസ്, ഗൈഡഡ് ബോംബ്സ്, അൺഗൈഡഡ് റോക്കറ്റ്സ് എന്നുള്ള കാര്യങ്ങളുണ്ട്. ഇതിന്റെ മറ്റു സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ മൾട്ടി റോൾ, എയർ സുപ്പീരിയോറിറ്റി, ആന്റി ഷിപ്പ് ഗ്രൗണ്ട് അറ്റാക്ക്, ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് അതിന്റെ ഒരു വേഗത, അത് പറന്നു വരുന്ന സ്വഭാവം, അതിന്റെ കാഴ്ചയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതിന്റെ ഈ MiG-29K അതിന്റെ കരിയർ ഓപ്പറേഷൻസ് ചെയ്യുന്നത് അതിന്റെ പ്രധാനപ്പെട്ടത് അറസ്റ്റഡ് ലാൻഡിങ്, അതായത് അറസ്റ്റഡ് ഹുക്ക് ഉപയോഗിച്ച് അത് ലാൻഡ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ മുൻപ് തന്നെ അങ്ങനെ ഒരു സമാനമായ കാഴ്ച നമ്മൾ കാണുന്നു. അറസ്റ്റഡ് ഹുക്ക് ഉപയോഗിച്ച് അത് ലാൻഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഇന്നത്തെ ഈ അഭ്യാസ പ്രകടനങ്ങൾ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. INS വിക്രമാദിത്യയും INS വിക്രാന്തും രണ്ട് കപ്പലുകളും ഇതിന് സ്റ്റോബാർ സംവിധാനമാണ് ഉള്ളത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും നമ്മളുടെ നാവികസേന കരുത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച അത് നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ കുറച്ച് മിനിറ്റുകളായി ശംഖുമുഖം തീരത്ത് നമ്മൾ അത് ഇങ്ങനെ കണ്ട് പരിശോധിക്കുകയാണ്, കണ്ട് ആസ്വദിക്കുകയാണ്, അഭിമാനം കൊള്ളുകയാണ്. MiG-29K പ്രകടനം അത് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ആ ഫ്രെയിം ഒരു വിഷ്വലി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്രെയിമായി ഇത് മാറുന്നുണ്ട്. നമ്മുടെ INS വിക്രാന്ത്, INS വിക്രമാദിത്യ ശംഖുമുഖത്തിന്റെ തീരത്ത് സൂര്യനെ മറയാക്കി പോകുന്നു. അതടക്കം മനോഹരമായ കാഴ്ച അതൊക്കെ മാറുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളുടെ സാങ്കേതിക വിദ്യയുടെ, നമ്മളുടെ ഇന്ത്യൻ നേവിയുടെ സാങ്കേതിക വിദ്യയുടെ അതിനൂതനമായിട്ടുള്ള പല കാര്യങ്ങളും അത് നടക്കുന്നു. ഇപ്പോൾ നമുക്ക് അവർ റിമാർക്ക് ചെയ്യുന്നു, ഹെലോ ലാൻഡിംഗ് നടക്കാൻ പോകുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത്രത്തോളം വളരെ പ്രധാനപ്പെട്ട അഭ്യാസ പ്രകടനങ്ങൾ, ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭ്യാസ പ്രകടനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ശംഖുമുഖം തീരത്താണ് നമ്മളുടെ നാവികസേനയുടെ കരുത്ത് വെളിവാക്കുന്ന തരത്തിലേക്കുള്ള പ്രകടനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മൾ വീണ്ടും ഈ മിഗിനെ കുറിച്ച് തന്നെ പറയുകയാണ്. നമ്മുടെ INS വിക്രാന്തിന്റെയും INS വിക്രമാദിത്യയുടെയും കരുത്തായിട്ടുള്ള മിഗ്, അതിന്റെ ലാൻഡിംഗ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒരിക്കൽ കൂടി വേണമെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് സംസാരിക്കാം. ഈ നമ്മുടെ സാങ്കേതിക വിദ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ MiG-29K ഫൈറ്റർ ജെറ്റുകൾ. അതിന്റെ രാജ്യം റഷ്യയാണ്. കമ്പനി RIC-MIG എന്ന് പറയപ്പെടുന്ന കമ്പനിയാണ്. അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ പരമാവധി വേഗത 2200 km/h ആണ്. പരമാവധി റേഞ്ച് 1500 km. അതിന്റെ ലാൻഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അല്പസമയത്തിനുള്ളിൽ എങ്ങനെയാണ് നമ്മളുടെ INS വിക്രാന്തിലും വിക്രമാദിത്യയിലും അതിന്റെ ലാൻഡിംഗ് സാധ്യമാകുക എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ലാൻഡിങ്ങിന് പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. ഈ സ്കൈ ജംപ് ടേക്ക് ഓഫ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയുള്ളത് ലാൻഡിംഗ് ആണ്. അറസ്റ്റഡ് ലാൻഡിംഗ്, അറസ്റ്റഡ് ഹുക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ലാൻഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ഒരുപക്ഷേ ഇന്ത്യൻ നാവികസേനയുടെ കരുത്തിലെ ഏറ്റവും പ്രധാനം അത് ഇതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. ഈ സാധാരണഗതിയിൽ ഇന്ത്യൻ ഡിഫൻസിനെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫോഴ്സുകളെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്ന ആളുകൾക്ക് ഇതിനകത്തെ ആയുധങ്ങളെ കുറിച്ചിട്ട് അറിയാൻ ഒരു കൗതുകമുണ്ടാകും. എയർ ടു എയർ, എയർ ടു സർഫസ്, ഗൈഡഡ് ബോംബുകൾ, അൺഗൈഡഡ് റോക്കറ്റ്സുകളൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. ലേസർ ഗൈഡഡ് മ്യൂണിഷൻസ് ഒക്കെയാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെ നമ്മൾ കരുത്തു കാണുകയാണ് ഇന്ത്യൻ നാവികസേനയുടെ. നമ്മളുടെ അടുത്ത പ്രധാനപ്പെട്ട ഒരു നീക്കം നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ ടേക്ക് ഓഫ് നമ്മൾ കാണുന്നുണ്ട്. നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു എയർക്രാഫ്റ്റിനെ നമ്മൾ കാണുന്നുണ്ട്. ആ ഷിപ്പിനോട് ചേർന്ന് സ്വാഭാവികമായും നമ്മളുടെ മിഗ് ആയിരുന്നു ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. അത് കഴിയുന്നു. അതിനുശേഷം മറ്റു പല കാര്യങ്ങളും മറ്റു പല വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.